TV7 ഏറ്റവും അരോചകമായിട്ടുള്ള കണ്ടസ്റ്റന്റ് കൊണ്ട് നിറയുകയാണ്. എസ്പെഷ്യലി നെവിന്റെ വിഷയം സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വന്നത്. കാരണം അത് സംസാരിച്ചിരുന്നാൽ അതൊരു നീതികേടായി പോകും. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ബിഗ് ബോസ് സീസണുകൾ കണ്ട ഏറ്റവും നല്ല എന്റർടൈനറുള്ള ഒരാളാണ് നെവിൻ. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. യെസ്, നെവിൻ കപ്രീഷ്യസ് അംബ്രോസ് ഡെഫിനറ്റ്ലി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 21 ദിവസങ്ങൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ക്രൂഷ്യൽ ആയിട്ടുള്ള 21 ദിവസങ്ങളായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അതൊരു ചെറിയ ദിവസങ്ങളല്ല. നോട്ടത്തിലോ ഒരു ടച്ചിലോ ഒരു എന്താ പറയുന്നത്, എന്താണ് പറയുന്നത്, ഒരു വായു കൊണ്ടുപോലും, അവന്റെ ഒരു സാമീപ്യം കൊണ്ടുപോലും നമ്മളെ മോശമായി സ്പർശിക്കാത്ത ഒരാളാണ് നെവിൻ എന്ന് ഞാൻ പറയും. ഇവനെ എന്തുകൊണ്ട് നേരത്തെ മനസ്സിലാക്കില്ല? ബിക്കോസ് നമ്മുടെ കൂട്ടത്തിൽ വന്ന് കിടന്നാലും നമുക്ക് ധൈര്യപൂർവ്വം അവനെ കെട്ടിപ്പിടിച്ചോടന്ന് ഉറങ്ങാം. ഹി ഈസ് സച്ച് എ ജം പേഴ്സൺ. നാണോ മാനോ ഇല്ലാത്ത വൃത്തികെട്ട ജന്തു. അതിലെന്തർത്ഥത്തിലാണ് നെവിന്റെ ടച്ചിങ്സ് ശരിയല്ല എന്ന് പറഞ്ഞത്? ചട്ടിയും കലവുമ്പോ തട്ടിയും മുട്ടിയെന്നൊക്കെ ഇരിക്കും. അവൻ ഏത് തരത്തിലാണ് അവിടെ ആൾക്കാരെ ടച്ച് ചെയ്തിട്ടുള്ളത് എനിക്കറിയില്ല. ആദിലയും നൂറയും കിടക്കുന്ന കട്ടിൽ ഒരേ ഒരു വട്ടം മാത്രമാണ് നെവിൻ വന്ന് കിടന്നപ്പോൾ അതവർക്ക് ഇഷ്ടമല്ല എന്ന് അവർ പറഞ്ഞു. അതിനുശേഷം പിന്നീട് ഒരിക്കലും ആദിലയുടെയും നൂറയുടെയും കട്ടിൽ കയറി നെവിൻ കിടന്നിട്ടില്ല എന്നതാണ് അവന്റെ കൾച്ചർ. പെണ്ണെ നീ നിർത്തിക്കോ.